വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ ശ്രീ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണ കാര്യം വെറും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായി ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ പഠിക്കാം എന്നുള്ളതാണ്. വളരെ ഈസിയായ സ്റ്റെപ്സ് ആണ് പറയാൻ പോണത്. വെറും 5-6 സ്റ്റെപ്പ് കൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കാൻ നമുക്ക് ആദ്യം വേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നെയിം ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ Amazon.com, ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന സംഭവമാണെന്ത്, അതിലൊരു നെയിം എന്ന് പറഞ്ഞപ്പോൾ ഒരു നിങ്ങളുടെ മനസ്സിൽ നെയിം ഉണ്ടായിരിക്കും. നിങ്ങളൊരു ബിസിനസ്സിന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഓൺലൈൻ പ്രോസസ്സിന് നിങ്ങൾക്കൊരു നെയിം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു നെയിമാണ് ആദ്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നെയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ വെബ്സൈറ്റ് നിർമ്മിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോട്ടോക്കോളും, ഈ കാണുന്നത് വേൾഡ് വൈഡ് വെബ് www സബ് ഡൊമൈൻ, ഈ കാണുന്നതായിരിക്കും നിങ്ങൾ നെയിം, ഡൊമൈൻ നെയിം. ഇവിടെയാണ് നിങ്ങൾ നെയിം ചൂസ് ചെയ്യേണ്ടത്. ഈ കാണുന്ന .com എന്നുള്ളത് എക്സ്റ്റൻഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് മൊത്തമായിട്ട് വിളിക്കുന്ന സംഭവമാണ് റൂട്ട് ഡൊമൈൻ എന്നും, ഈ കാണുന്ന ലാസ്റ്റ് കാണുന്ന ടോപ്പ് ലെവൽ ഡൊമൈൻ TLD അല്ലെങ്കിൽ ഇവർ .tech, ഇങ്ങനെ പല പല എക്സ്റ്റൻഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡൊമൈൻ നെയിം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നെയിം സെർച്ച് ചെയ്യുന്ന ഇഷ്ടംപോലെ സെർച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡൊമൈൻ രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഈ ഗോഡാഡി, നെയിം ചീപ്പ്, ഇഷ്ടംപോലെ ഇതുപോലെ അവൈലബിൾ ആണ്. നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് യുവർ പെർഫെക്റ്റ് ഡൊമൈൻ, ഇവിടെ നെയിം സെർച്ച്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു നെയിം ഉണ്ടായിരിക്കും. ആ നെയിം അവൈലബിൾ ആണോ എന്ന് നോക്കും. ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു നെയിം കൊടുത്തു വെക്കാണ്, ഡിജിറ്റൽ ശ്രീ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ കാണിക്കുന്ന ആ ഒരു ഡൊമൈൻ്റെ എന്താണ്, ഏതൊക്കെ ഡൊമൈൻ അവൈലബിൾ ആണ്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഡിജിറ്റൽ ശ്രീ അല്ലെങ്കിൽ digitalsree.com എന്ന് ഓൾറെഡി ടേക്കറാണ്. digitalsree.in അവൈലബിൾ ആണ്. Sree.digital, ഒട്ടനവധി അതുമായി ബന്ധപ്പെട്ട ഡൊമൈൻ നെയിംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ digitalsree.in എന്ന് പറയുന്ന ഡൊമൈൻ നെയിമാണ് എടുക്കേണ്ടത്. ഞാൻ ആഡ് ടു കാർട്ട് എന്ന് കാണാൻ പറ്റും. ക്ലിക്ക് ഓൺ ആഡ് ടു കാർട്ട്. അപ്പോൾ ഇവിടെ 149 കാണിക്കുക. പക്ഷേ ഗോഡാഡി അല്ലെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഈ കാണിക്കുന്ന വിലയാവില്ല. ലാസ്റ്റ് വരുമ്പോൾ അതിൻ്റെ ടാക്സും ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഈ എമൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എത്ര വർഷത്തേക്കാണ് നിങ്ങൾ നെയിം രജിസ്റ്റർ ചെയ്യുന്നത്, ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത് എക്സ്പയർ ആവും. അപ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, അത് വീണ്ടും നിങ്ങളതിനെ റിന്യൂ ചെയ്യേണ്ട ആവശ്യം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു വർഷത്തേക്ക് എടുക്കുന്നത്, ക്ലിക്ക് ഓൺ ഒരു വർഷം കൊടുക്കുന്നു. അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് എത്രയാണ് അതിൻ്റെ പ്രൈസ് നമുക്കിവിടെ കാണിക്കും. 449 രൂപയാണ് ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ കാർട്ട് വരുമ്പോൾ അതിൽ മാറ്റം വരും. അപ്പോൾ ലുക്സ് ഗുഡ്, കീപ് ഗോയിങ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഇവിടെ അൺടിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന് പ്രൊഫഷണൽ ഇമെയിൽ ആവശ്യമുണ്ടോ, പ്രൊഫഷണൽ ഇമെയിൽ നിങ്ങൾക്ക് ഇതിനൊപ്പം വേണമെങ്കിൽ വാങ്ങാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റിംഗ് സർവീസ് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോ താങ്ക്സ് കൊടുക്കുകയാണ്. കണ്ടിന്യൂ ടു കാർട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ വരുന്നത് വല്ല പ്രൊമോ കോഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ പ്രൊമോ കോഡ്സ് കൊടുക്കുക. റെഡി ടു പേ എന്ന ഓപ്ഷൻ ആയിരിക്കും. ഈ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI ID അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാർഡ് ഉപയോഗിച്ച് എന്താണ് നിങ്ങൾ പേയ്മെൻറ്റ് ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ആ ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്പ് 2 ആണ് നമ്മുടെ ഡൊമൈൻ നെയിം ചൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ഡൊമൈൻ നെയിം നമ്മളിപ്പോൾ ഗോഡാഡി അതുപോലത്തെ പ്ലാറ്റ്ഫോം സെർച്ച് ചെയ്യുന്നു, നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഡൊമൈൻ നെയിം കിട്ടുന്നു. അപ്പോൾ ഡൊമൈൻ നെയിം നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഹോസ്റ്റിംഗ് വേണം. ഈ ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ നമുക്ക് സേവ് ചെയ്യാൻ, അതിൻ്റെ ഫയൽസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹോസ്റ്റിംഗ് സർവീസ് വേണം. അപ്പോൾ ഹോസ്റ്റിംഗ് സർവീസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഹോസ്റ്റിംഗ് സർവീസ് ഉപയോഗിക്കാം. ഞാനിവിടെ ചീപ്പായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോസ്റ്റിംഗ് സർവീസാണെന്ത്, ബ്ലൂ ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ചീപ്പായിട്ട് കിട്ടുന്നതാണ്, അത്ര എമൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പോൾ ബ്ലൂ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോസ്റ്റിംഗ് സർവീസാണ് ഉപയോഗിക്കുന്നത്. ഡിപ്പെൻഡ് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹോസ്റ്റിംഗ് സർവീസ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് എടുക്കാം, ക്ലൗഡ് ഹോസ്റ്റിംഗ്, VPS ഹോസ്റ്റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് സർവീസ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ എടുക്കുന്നത് ഷെയർഡ് ഹോസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്പ്രസിൻ്റെ ഷെയർഡ് ഹോസ്റ്റിംഗ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ ഡൊമൈനെ വാങ്ങിച്ചത് ഗോഡാഡി എന്ന് പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും, ഹോസ്റ്റിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ഹോസ്റ്റ് എന്ന് പറഞ്ഞ ഹോസ്റ്റിംഗ് പ്രൊവൈഡറുമാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ ഗോഡാഡി തന്നെയാണ് ഡൊമൈൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, അവിടെ തന്നെയാണ് ഞാൻ ഹോസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു പറയുന്ന ഒരു സംഭവം എനിക്ക് ചേഞ്ച് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് DNS അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവർ. ഈ സംഭവം എനിക്ക് എന്ത് ചെയ്യേണ്ട, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല.
നേരെ മറിച്ച് ഞാൻ രണ്ടാണ്. ഞാൻ ഗോഡാഡിൽ നിന്നാണ് ഡൊമൈൻ വാങ്ങിച്ചത്. ഹോസ്റ്റ് ചെയ്യുന്നത് ബ്ലൂ ഹോസ്റ്റ് ആണെങ്കിൽ DNS എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഞാൻ അവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ നേരെ ഡൊമൈൻ മാനേജറിൽ പോകുന്നു, നമ്മുടെ ഗോഡാഡിയിലെ ഡൊമൈൻ മാനേജറിൽ പോകുന്നു. അവിടെ ഡിഫോൾട്ടായി കിടക്കുന്ന ഗോഡാഡിയുടെ ഡൊമൈൻ സെർവർ DNS കാണാം. ഞാനിപ്പോൾ ബ്ലൂ ഹോസ്റ്റ് ആയത് ഞാൻ ഹോസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ഓൺ ചേഞ്ച് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ കറസ്പോണ്ടിങ് ബ്ലൂ ഹോസ്റ്റിൻ്റെ ഡൊമൈൻ നെയിം സെർവർ ഡിഫോൾട്ടാണ്. ഓക്കെ, അത് ഇന്ത്യയിലാണെങ്കിൽ ഡിഫോൾട്ടാണ്. അപ്പോൾ എൻ്റർ മൈ ഓൺ നെയിം സെർവർ എന്ന ഓപ്ഷൻ കാണിക്കും. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് ns1.bluehost.in ns2.bluehost.in എന്ന് പറഞ്ഞാൽ ഇത് ഡിഫോൾട്ടാണ്, എല്ലാവർക്കും സെയിം ആയിരിക്കും. ഈ രണ്ട് സംഭവം ഞാൻ കൊടുക്കുന്നു. ഇവിടെ സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഡൊമൈൻ ഇപ്പോൾ ഈ പറയുന്ന ഹോസ്റ്റിങ്ങിലേക്ക് പോയിൻ്റ് ചെയ്തു എന്നാണ് പറയുക. DNS ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഡയറക്റ്റ്ലി നിങ്ങൾ ഗോഡാഡിൽ പോവുക. നിങ്ങളുടെ മൈ പ്രൊഡക്ട്സിൽ പോയാൽ നിങ്ങൾ ഡൊമൈൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക, DNS ക്ലിക്ക് ചെയ്യുക. അവിടെ ബ്ലൂ ഹോസ്റ്റ് ആണെങ്കിൽ ബ്ലൂ ഹോസ്റ്റിൻ്റെ DNS കൊടുത്ത് ചേഞ്ച് ചെയ്യുക. നിങ്ങൾ ഗോഡാഡി തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ DNS ചേഞ്ച് ചെയ്യേണ്ടതില്ല. നിങ്ങൾ വേറെ തേർഡ് പാർട്ടി വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റിംഗ് സർവീസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഉള്ള DNS നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ഹോസ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡൊമൈൻ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കുക. ആ ഡൊമൈനെ അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി DNSന് മാറ്റിയിരുന്നു, കാരണം ഗോഡാഡിൽ നിന്ന് വാങ്ങിച്ചത്. ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നത് ബ്ലൂ ഹോസ്റ്റാണ്. ഞാൻ ഡൊമൈൻ കൊടുക്കുന്നു. അപ്പോൾ വെരിഫൈഡ് ഡൊമൈൻ എന്ന് കാണിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ DNS നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വെരിഫൈ ഓണർഷിപ്പ് വെരിഫൈഡ് എന്ന് കാണിക്കും. താഴെ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അസൈൻ ദിസ് ഡൊമൈൻ ക്ലിക്ക് ചെയ്യുക. ഈ ഇൻ്റർഫേസ് ആയിരിക്കില്ല, പല ഹോസ്റ്റും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്പ്രസ് എന്ന് പറയുന്ന CMS കോണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വെബ്സൈറ്റിലേക്ക്, നമ്മുടെ ആ ഡൊമൈനിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ ഹോസ്റ്റിങ്ങിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെയിം പിക്ക് ചെയ്യുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോസ്റ്റിംഗ് സർവീസ് ഹോസ്റ്റിംഗ് എടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേർഡ്പ്രസ് എന്ന സംഭവം നമ്മളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ സൈറ്റ് നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ ഡിജിറ്റൽ ശ്രീ എന്ന് കൊടുക്കുകയാണ്, ശ്രീ.com. തന്നെ കറസ്പോണ്ടിങ് നിങ്ങൾക്ക് ആ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിൻ സൈഡ് വേണം. നിങ്ങൾക്ക് അതിൽ കയറാതെ അഡ്മിൻ സൈഡ്. അപ്പോൾ നിങ്ങളൊരു ഇമെയിൽ ID, ഒരു പാസ്വേഡ്, ഒരു യൂസർ നെയിം കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യാം, വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ്പ്രസ് എന്ന ടൂള് നിങ്ങൾ വേർഡ്പ്രസ് എന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വേർഡ്പ്രസ് എന്ന CMS നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും വരും. ഇതാണ് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അപ്പിയറൻസിൽ പോവുക, തീംസ് എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ തീംസ്. ഈ തീംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കുറേ തീംസ് കാണാം. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് കോഡിംഗ് ഇല്ലാതെ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഈസി ആയിട്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ന്യൂ തീം ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഞാനിവിടെ തീം സെർച്ച് ചെയ്യാൻ പറഞ്ഞു, ആസ്ത്ര എന്ന് തീം സെർച്ച് ചെയ്യണം. ആസ്ത്ര. അപ്പോൾ ആസ്ത്ര തീം എന്ന് നോക്കാം. ഞാൻ ആസ്ത്ര തീം ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്യുക. Then click on activate. സോ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലഗിൻസിൽ പോവുക. പ്ലഗിൻസിൽ പോയിട്ട് ആഡ് ന്യൂ പ്ലഗിൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആസ്ത്ര സ്റ്റാർട്ടർ സൈറ്റ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ടെംപ്ലേറ്റ്സ് കാണാം. ക്ലിക്ക് ഓൺ ഇൻസ്റ്റാൾ നൗ. then click on activate. അപ്പോൾ നിങ്ങൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ക്ലിക്ക് ഓൺ സി ലൈബ്രറി. ഇവിടെ നിങ്ങൾ എലമെൻറ്റർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുറേ വെബ്സൈറ്റിന് തീംസ് കാണാം. അപ്പോൾ ഞാൻ ഇതിലൊരു തീം എടുക്കുകയാണ്. ക്ലിക്ക് ഓൺ ദിസ് തീം. ഇമ്പോർട്ട് കംപ്ലീറ്റ് സൈറ്റ്. സോ വേർഡ്പ്രസ് ബിഗിനർ, മൈസെൽഫ് കമ്പനി. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
യുവർ നെയിം കൊടുക്കുക, ടെസ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ്, സ്റ്റാർട്ട്. സോ നമുക്ക് ഇമ്പോർട്ടിങ് കാണാം. സോ ആഫ്റ്റർ ഇമ്പോർട്ടിങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ വ്യൂ സൈറ്റ് കാണാം. ക്ലിക്ക് ഓൺ വ്യൂ സൈറ്റ്. സോ നിങ്ങളുടെ വെബ്സൈറ്റ് ഇപ്പോൾ ലൈവ് ആയിട്ടുണ്ടായിരിക്കും. സോ യു ക്യാൻ സീ ഇത്രയും എളുപ്പമാണ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഇതിപ്പോൾ ഇ കോമേഴ്സ് സൈറ്റ് ടൈപ്പ് വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വെബ്സൈറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അഗൈൻ റിപ്പീറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 1, നിങ്ങളുടെ ബിസിനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന നെയിം ചൂസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഡൊമൈൻ നെയിം, നിങ്ങൾക്ക് .com .in ഏത് എക്സ്റ്റൻഷനാണ് ഉദ്ദേശിക്കുന്നത് ആ കറസ്പോണ്ടിങ് ഉള്ള ഡൊമൈൻ നെയിം നിങ്ങൾ രജിസ്റ്റർ വഴി ഇപ്പോൾ ഗോഡാഡി അതുപോലത്തെ പ്ലാറ്റ്ഫോംസ് വഴി രജിസ്റ്റർ ചെയ്യുക. ആൻഡ് സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ഉള്ള എന്താണ്, ഹോസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർഡ് ഹോസ്റ്റിങ്ങോ നിങ്ങൾ VPS ഹോസ്റ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലൗഡ് ഹോസ്റ്റിങ്ങോ വാട്ടെവർ ഏത് ഹോസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ആ ഹോസ്റ്റിംഗ് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡൊമൈനും ഹോസ്റ്റിംഗ് ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ DNS ചേഞ്ച് ചെയ്ത് ഏത് ഹോസ്റ്റിംഗ് എടുക്കുന്നേ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്യുക. ആൻഡ് 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ചെയ്ത ഹോസ്റ്റിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞ CMS ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് 6th സ്റ്റെപ്പ് എന്താണ്, ഒരു ന്യൂ തീം, എക്സ്ട്രാ തീം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഉപയോഗിക്കാം, ആ തീം ഇൻസ്റ്റാൾ ചെയ്യുക. എലമെൻ്ററി പ്ലഗിൻ ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്യുക. ഇത്രയുള്ള സ്റ്റെപ്പ്. സോ ഇത്രയും സ്റ്റെപ്പാണ് അവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഡു ക്ലിക്ക് ഓൺ ബെൽ ഐക്കൺ. താങ്ക് യു ഓൾ.